ഡോക്ടർ ഡൂം അഥവാ ഡോക്ടർ വിക്ടർ വോൺ ഡൂം. കീലിയൻ മർഫിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റിനെ പറ്റിയിട്ട് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. അതിന് മുന്നേ ഡോക്ടർ ഡൂം എന്താണ്, ആരാണ് എന്നുള്ളൊരു സംഭവം അത് കോമിക്സ് വായിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. കോമിക്സ് ബുക്ക് വായിക്കണം എന്നില്ലല്ലോ അപ്പോൾ ഇന്നത്തെ കാലത്ത്. എല്ലതും ഫ്രീ ആണ്, ഓൺലൈനിൽ തന്നെ ഫ്രീ ആണ്, യൂട്യൂബിൽ തന്നെ ഫ്രീ ആണ്. അപ്പോൾ ഞാനിത് കൂടുതലും ഈ കോമിക് ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ അറിയാൻ ശ്രമിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ഈ ഡോക്ടർ ഡൂം കറക്റ്റായിട്ട് എന്താണെന്നുള്ളത് അറിയാം. അപ്പോൾ ഇപ്പോൾ ഉള്ള റൂമേഴ്സ് എന്ന് പറയുന്നത് ശരിക്ക് കീലിയൻ മർഫി എന്ന് പറഞ്ഞ ആ ആക്ടർ MCUയിലേക്ക്, അതായത് ഈ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ഉള്ളിലേക്ക് ഡോക്ടർ ഡൂം എന്നുള്ള ക്യാരക്ടർ മുഖേന എൻ്റർ ചെയ്യും എന്നുള്ള റൂമേഴ്സ് ഒരുപാട് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി പറയണം മുന്നേ വാട്ട് ഈസ് ഡോക്ടർ ഡൂം ആൻഡ് ഹൂ ഈസ് ഡോക്ടർ ഡൂം എന്നതിനെ പറ്റിയിട്ട് ഞാൻ കുറച്ച് സംസാരിക്കുക. കോമിക്സിനെ പറ്റി അറിയുന്ന ആൾക്കാർ ഈ പറയാൻ പോണ കാര്യങ്ങൾ കേൾക്കണമെന്നില്ല. ഈ കീലിയൻ മർഫിനെ പറ്റി മാത്രം അറിഞ്ഞാൽ മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരെ സ്കിപ്പ് അടിച്ച് പോയാൽ മതി. ഓക്കെ, സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഡോക്ടർ ഡൂം. ഡോക്ടർ ഡൂം എന്ന് പറഞ്ഞ ഈ ക്യാരക്ടർ ഏറ്റവും അധികം മിസ്പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. കാരണം ഫാന്റാസ്റ്റിക് ഫോർ എന്ന് പറഞ്ഞ ഈ സിനിമ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഫാന്റാസ്റ്റിക് ഫോറിൽ ഏതോ ഒരു ഓൾറെഡി ഫാന്റാസ്റ്റിക് ഫോർ ഒരു പഴയ പടമാണ്, ഇപ്പോൾ അതിനെപ്പറ്റി വലിയൊരു ഓർമ്മയൊന്നുമില്ല. പക്ഷേ അതിൽ ഏതോ ഒരു ഫാന്റാസ്റ്റിക് ഫോർ മൂവിയിൽ ഡോക്ടർ ഡൂമാണ് അതിൽ വില്ലനായിട്ട് വരുന്നത്. അതായത് ഇതിൻ്റെ ക്ലൈമാക്സിൽ ഡോക്ടർ ഡൂമാണ് വരുന്നത്. പക്ഷെ അതൊക്കെ എന്താ പറയുക, ഒരു ഫാന്റാസ്റ്റിക് ഫോർ അതിൽ ഡോക്ടർ ഡൂമിനെ ഡിഫീറ്റ് ചെയ്യുകയാണ്. ശരിക്കുള്ള ഡോക്ടർ ഡൂം അതല്ല. ഡോക്ടർ ഡൂം എന്ന് പറയുന്നത്, അതായത് ഇത് സിനിമാക്കാർ ചെയ്ത് വെച്ചാണ്. മാർവലിൻ്റെ ഈ സിനിമ ഉണ്ടല്ലോ, അവർ ചെയ്ത പൊട്ടത്തരങ്ങളാണത്. ശരിക്കും ഡോക്ടർ ഡൂം അങ്ങനെയല്ല. ഡോക്ടർ ഡൂം എന്ന് പറയുന്നത് വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ വില്ലനാണ്. അതായത് താനോസിനേക്കാളും പവറുള്ള, താനോസ് എത്രത്തോളം പവർഫുൾ ആണെന്ന് അറിയാമല്ലോ, മാഡ് ടൈറ്റൻ എന്നാണ് ആ വില്ലന് ആ ക്യാരക്ടറിനെ വിളിക്കുന്നത്. അപ്പോൾ അതിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരു വില്ലനാണ് ഡോക്ടർ ഡൂം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ പല ആൾക്കാരും മോസ്റ്റ് പവർഫുൾ എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഗലാക്ടസ് എന്ന് പറഞ്ഞ വേറൊരു സൂപ്പർ വില്ലനുണ്ട്. അത് ബാക്കിയുള്ള വില്ലന്മാരുടെ ഒരു കോമ്പറ്റീഷൻ തന്നെയല്ല ഗലാക്ടസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ, ഗലാക്ടസ് കഴിഞ്ഞാൽ ഏറ്റവും അധികം വയലൻസ് ഉള്ള, ഏറ്റവും അധികം പവർഫുൾ ആയിട്ടുള്ള ഒരു വില്ലനാണ് ഡോക്ടർ ഡൂം എന്ന് പറയുന്നത്. ഈ ഡോക്ടർ ഡൂമിൻ്റെ അമ്മ എന്ന് പറയുന്നത്, അമ്മ അച്ഛൻ, അതായത് ഈ ചൈൽഡ്ഹുഡ് ഡേയ്സ് എന്ന് പറയുന്നതിൽ ഇതിൻ്റെ അമ്മ മരിക്കും. അപ്പോൾ ഞാൻ ഷോർട്ടാക്കിയിട്ട് പറയാം. അമ്മ മരിക്കും. അമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ബ്ലാക്ക് മാജിക്കും കാര്യങ്ങളും പഠിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് നമ്മൾ ഈ ബ്ലാക്ക് മാജിക് നമ്മളെ ഈ ഡോക്ടർ സ്ട്രേഞ്ചും വാണ്ടാവിഷനും ഒക്കെ ചെയ്യുന്ന സാധനമാണ്. ഈ ഒരു ലീത്തൽ വെപ്പണാണ് ശരിക്കും ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത്. ശരിക്കും അത് മതി. സിംഗിൾ കോമ്പാക്ട് ഫൈറ്റിനെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് ഉണ്ടെങ്കിൽ ആ ഒരാളെ ഡിഫീറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട്, ഒരു ട്രിക്കി സിറ്റുവേഷനാണ്. ഈ ബ്ലാക്ക് മാജിക് കാരണം ഒരു വില്ലനായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ആരാണെന്നുണ്ടെങ്കിലും എത്ര പവർഫുൾ ആയിട്ടുള്ള സൂപ്പർ ഹീറോ ആണെന്നുണ്ടെങ്കിലും. അങ്ങനെ ഈ വിക്ടർ എന്ന് പറഞ്ഞ ഈ ചൈൽഡ്ഹുഡ് ഡേയ്സിൽ അമ്മ മരണപ്പെടും. അമ്മനെ നാട്ടുകാർ കൊല്ലണതാണ്. ഈ ബ്ലാക്ക് മാജിക് പഠിക്കുന്ന സമയത്ത് ഒരു ഡീമൻ ഉണ്ടാവും. ആ ഡീമന് പുറത്തേക്ക് വരും. ഈ മാജിക്ക് എന്തോ പിഴവ് മൂലം പുറത്തേക്ക് വന്നിട്ട് ആ നാട്ടിലുള്ള എല്ലാ കുട്ടികളും കൊല്ലണതായിട്ടാണ് കോമിക്സിൽ കാണിക്കുന്നത്. അങ്ങനെ അത് കൊന്നിട്ട് അമ്മ മരിക്കും. അങ്ങനെ പിന്നെ അമ്മനെ കൊല്ലും. അതായത് ഈ ഡീമിനെ കൊല്ലണത് ഈ വിക്ടറിന് ഒഴികെയുള്ള ബാക്കി എല്ലാവരും ആണ്, എല്ലാ കുട്ടികളെയാണ് കൊല്ലണത്. അപ്പോൾ ആ സമയത്ത് നാട്ടുകാർ ഇതറിഞ്ഞിട്ട് അമ്മനെ കൊല്ലും. പിന്നെ ഈ ഡോക്ടർ ഡൂമിനെ ഈ കുട്ടിയാണല്ലോ അപ്പോൾ ഈ കുട്ടീനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓടും. അതായത് അച്ഛൻ ഓടി അങ്ങനെ ഡൂമിനെ തന്നെ ഒരു തണുപ്പുള്ള സ്ഥലത്ത്, എവിടെയോ എത്തിക്കണം, എവിടെയൊന്നും അറിയില്ല, തണുപ്പുള്ള സ്ഥലത്ത് കെട്ടിപ്പിടിച്ചിരുന്നിട്ട് തണുപ്പത്ത് ഈ അച്ഛനും മരിക്കും. അങ്ങനെ അമ്മയും അച്ഛനും മരിച്ചു കഴിഞ്ഞതിന് ശേഷം ആണ് ഡോക്ടർ ഡൂം എന്ന് പറഞ്ഞ ഒരു വില്ലൻ്റെ ഒറിജിൻ അവിടെ നിന്നാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ അമ്മ പഠിപ്പിച്ചിട്ടുള്ള ഈ ബ്ലാക്ക് മാജിക്കും അതേപോലെ തന്നെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ബുദ്ധിയുണ്ട് ഇദ്ദേഹത്തിന്. ഒരു സയൻറ്റിസ്റ്റുമാരൊക്കെ അങ്ങനത്തെ ഒരു ബുദ്ധിയുണ്ട്. അത് വെച്ചിട്ട് പല സംഭവങ്ങളും ചെയ്യും. അങ്ങനെ പല സംഭവങ്ങളും ഓരോന്ന് പഠിക്കുക, ഓരോ വെപ്പൺസ് ഉണ്ടാക്കുക. അപ്പോൾ ഈ ഒരു ബുദ്ധി കണ്ടിട്ട് ഒരു കോളേജിലത്തെ ഒരാൾ, പഠിപ്പിക്കണ ഒരാൾ ഇദ്ദേഹത്തിനെ കൊണ്ടുപോയിട്ട് ഈ കോളേജിൽ ഒരു മെഷീൻ കണ്ടുപിടിക്കും. അത് ടൈം ട്രാവൽ, ഇവിടെ ഇരുന്നിട്ട് വേറൊരു സ്ഥലത്തേക്ക് ഓൺ ദ സ്പോട്ട് പോയിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ ഗൾഫിൽ പോവാം ഈ ഒരു സാധനം വെച്ചിട്ട്. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിൽ ഇയാൾ ഈ ഡോക്ടർ ഡൂം എന്ന് പറയും, വിക്ടർ എന്ന് പറഞ്ഞില്ല. ഡോക്ടർ ഡൂം ഈ ഒരു സംഭവങ്ങൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ പരീക്ഷണങ്ങൾ നടത്തും. ഈ പരീക്ഷണങ്ങൾ നടത്തുന്ന ഇടയിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ മെഷീൻ ഉണ്ടല്ലോ, ടൈം ട്രാവലല്ല, അത് നമ്മളിവിടെ ഇരുന്നിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പോവാം. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് നടത്തിക്കൊണ്ടിരിക്കും. ഈ മെഷീന് പൊട്ടിത്തെറിച്ചിട്ട് ഈ ഡോക്ടർ ഡൂമിൻ്റെ ഈ മുഖം കാര്യങ്ങളൊക്കെ ആകെ മാറും, ആകെ സീനാവും. അങ്ങനെ ഈ സീനായി എടുക്കുന്ന ഈ മുഖം വെച്ചിട്ട്, ഈ മുഖം ഇങ്ങനെയാണ്. പിന്നെ ഈ നടത്തിയ ഫെയിൽഡ് ആയിട്ടുള്ള എക്സ്പെരിമെൻസും കാരണം ഇദ്ദേഹത്തിനെ ഈ കോളേജിൽ നിന്ന് പുറത്താക്കും. അങ്ങനെ കോളേജിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം കുറേ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുറേ മോങ്കളുണ്ടാവും. മോഹൻലാലിൻ്റെ പഴയൊക്കെ സിനിമയിൽ കണ്ടിട്ടില്ല, കുറേ മോങ്കൾ മുട്ട കടിച്ചിട്ട് അങ്ങനത്തെ കുറേ ടീംസ് ഉണ്ടാവും. അങ്ങനെ അവരുടെ എത്തി കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ നിന്നാണ് ശരിക്കും വിക്ടർ ഡൂം എന്ന് പറഞ്ഞ ഒരു വ്യക്തി, ഒരു കംപ്ലീറ്റ്ലി പവർഫുൾ ആയിട്ടുള്ള ഒരു ഡോക്ടർ ഡൂം എന്ന് പറഞ്ഞ
ഒരു ക്യാരക്ടറിലേക്ക് മാറുന്നത്. അങ്ങനെ ആ ഡോക്ടർ ഡൂം എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു ഭയങ്കര പവർഫുൾ ആയിട്ടൊരു ആർമറൊക്കെ ഇത് ഈ ഒരു വില്ലൻക്ക് ഉണ്ട്. ഓക്കെ, ഈ വില്ലൻക്ക് ഇത് ഒന്നാമത് മാർവലിൽ കുറേ ഡോക്ടർ ഡൂം ഉണ്ട്. ഇതിൽ ഞാൻ ശരിക്കുള്ള കീലിയൻ മർഫിനെ പറ്റിയുള്ള അപ്ഡേറ്റിക്ക് വരുന്ന മുന്നെയാണ് ഞാൻ ഈ ഡോക്ടർ ഡൂമിനെ പറ്റി പറഞ്ഞത്. ശരിക്കുള്ള ഡോക്ടർ ഡൂമാണ്. അങ്ങനെ അവിടുന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ഭയങ്കരമായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു സൂപ്പർ വില്ലനിലേക്ക് ഒരു അങ്ങനെ മാറും ഈ ഡോക്ടർ ഡൂം ആയിട്ട് മാറിയത്. ഡോക്ടർ വിക്ടർ ഡൂം എന്നുള്ള ആൾ ഡോക്ടർ ഡൂം എന്നുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ വില്ലൻ ആയിട്ട് മാറും. ഇത്രയും പെർഫെക്റ്റ്ലി എഴുതി വെച്ചിട്ടുള്ള കോമിക്സിൻ്റെ ക്യാരക്ടറാണ്. ഒന്നുമല്ലാത്ത പോലെ ഏതോ ഒട്ടമാനമായിട്ടുള്ള ഒരു ക്യാരക്ടറാക്കിയിട്ട് നമ്മുടെ സ്വന്തം മാർവൽ സ്റ്റുഡിയോസ് മാറ്റിയത്. സത്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞ റൂമേഴ്സ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഏകദേശം കാര്യങ്ങൾ ഉറപ്പാണ്. അതായത് കീലിയൻ മർഫി എന്ന് പറഞ്ഞ ഒരു ആക്ടർ ഉണ്ടല്ലോ, ഈ ആക്ടർ ഡോക്ടർ ഡൂമിൻ്റെ ക്യാരക്ടറിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം കുറേ ആയിട്ടുള്ളൊരു റൂമറാണ്. അപ്പോൾ ഇത് ഇൻ്റർവ്യൂവിൽ ഇദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് വരുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. ചോദിക്കുന്ന സമയത്ത് കീലിയൻ മർഫി കൊടുക്കുന്ന ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ കീലിയൻ മർഫി ഡെഫിനറ്റ്ലി അത് സിനിമയിൽ പാർട്ടാവും. അതായത് ഡോക്ടർ ഡൂം എന്നുള്ള ക്യാരക്ടർ അദ്ദേഹം ഏറ്റെടുക്കും എന്നുള്ളതാണ് കീലിയൻ മർഫി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സോ ഫാർ അത് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു എൻട്രി ഇത് ഡോക്ടർ ഡൂം എന്നുള്ള ക്യാരക്ടറിൽ കൂടെ ഉള്ള എൻട്രി എന്ന് പറയുന്നത് മിക്കവാറും അവഞ്ചേഴ്സ് സീക്രട്ട് വാർസ് എന്ന് പറഞ്ഞ അടുത്തത് വരാൻ പോണ അവഞ്ചേഴ്സ് തീർന്നിട്ടില്ലേ, അത് വേറെ അപ്ഡേറ്റ് ആണ്. അവഞ്ചേഴ്സ് തീർന്നിട്ടില്ല, അവഞ്ചേഴ്സ് ഇനിയുണ്ട്. എൻ ഗെയിം എന്ന് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും എൻ ഗെയിം എന്ന് പറയുന്നത് അവർ എൻ ഗെയിം അവഞ്ചേഴ്സ് തീർന്നെന്ന് ഉദ്ദേശിക്കുന്നത് ക്യാപ്റ്റൻ അമേരിക്ക മിക്കവാറും അവഞ്ചേഴ്സ് സീക്രട്ട് വാർസിലുണ്ടാവില്ല, അയൺമാനെ ചിലപ്പോൾ ഉണ്ടാവില്ല, അങ്ങനെ കുറച്ച് ടീംസുകളുണ്ടാവില്ല. പിന്നെ ബ്ലാക്ക് പാന്തറിനെ അറിയാലോ, അത് ആ ക്യാരക്ടർ ചെയ്തിരുന്ന ആൾ മരിച്ചുപോയി. അപ്പോൾ ബ്ലാക്ക് പാന്തർ ഓബിയസ്ലി ഉണ്ടാവില്ല. ആ ഒരു ക്യാരക്ടർ പിന്നെ ആ ഒരു പെണ്ണാണ് ഏറ്റെടുക്കുന്നത്, മുപ്പത്തിരുണ്ടാവും. അങ്ങനെ അവരൊന്നും ഇല്ലാതെ പിന്നെ ഈ മിസ് മാർവൽ അങ്ങനത്തെ ഷീകൾക്കൊക്കെ ഉണ്ടാവും എന്നുള്ള അറിയില്ല. അപ്പോൾ അവഞ്ചേഴ്സ് സീക്രട്ട് വാർസ് എന്ന് പറഞ്ഞത് 2 പാർട്ടായിട്ട്, ഒന്ന് 2026 ഒന്ന് 2027 റിലീസ് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന അപ്ഡേറ്റ്. അതിൽ കൂടെ ആവും മിക്കവാറും ഡോക്ടർ ഡൂം എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിൻ്റെ എൻട്രി. അതെല്ലാം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് മുന്നായിട്ട്, അതായത് തോറിൻ്റെ സിനിമ ഒക്കെ വരുന്നുണ്ട്, അതിൻ്റെ ഒക്കെ കുറച്ച് മുന്നായിട്ട് അല്ലെങ്കിൽ അതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഡോക്ടർ ഡൂം എന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡ് അലോൺ മൂവി ഇറക്കിയതിന് ശേഷം അവഞ്ചേഴ്സ് സീക്രട്ട് വാർസ്, അതായത് ഡോക്ടർ ഡൂം എത്രത്തോളം പവർഫുൾ ആണെന്ന് കാണിച്ചതിന് ശേഷം ചിലപ്പോൾ അവഞ്ചേഴ്സ് സീക്രട്ട് വാർസിൽ കൂടെ അദ്ദേഹത്തിന് ഒരു സൂപ്പർ വില്ലൻ, അവഞ്ചേഴ്സിനെ നേരിടാൻ വരുന്ന ഒരു സൂപ്പർ വില്ലനായിട്ട് ചിലപ്പോൾ കീലിയൻ മർഫിൻ്റെ ഡോക്ടർ ഡൂം വരാൻ തന്നെയാണ് സാധ്യത. റൂമേഴ്സ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും ആൾമോസ്റ്റ് അത് കൺഫേംഡ് ആണ്. കീലിയൻ മർഫി എന്ന് പറഞ്ഞ ആക്ടർ ഈ ഒരു ക്യാരക്ടർ ഏറ്റെടുക്കുന്നുള്ളത്. ഓക്കെ, ആൾമോസ്റ്റ് ആണ്. ഓക്കെ, ഇത് 100% ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ അത് ഒഫീഷ്യലായിട്ട് തന്നെ തരണം. പക്ഷെ ഒന്നും നോ പറഞ്ഞിട്ടില്ല. അപ്പോൾ മാർവലാണെന്നുണ്ടെന്നുണ്ടെങ്കിലും സാധാരണ മാർവലാണെങ്കിൽ പ്രത്യേകിച്ച് കീലിയൻ മർഫി ആണ് സംഭവം ഏറ്റെടുക്കില്ല എന്നുണ്ടെങ്കിൽ ഹൈപ്പൊന്നും തരാൻ ഏറ്റെടുക്കുന്നില്ല എന്ന് തന്നെ പറയും. കാരണം കൂടുതൽ വർത്തമാനത്തിനൊന്നും മൂപ്പരാൾ നിൽക്കില്ല. അപ്പോൾ കീലിയൻ മർഫിനെ സമീപിച്ചിട്ടുണ്ട് മാർവൽ. അപ്പോൾ നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കും. സ്ക്രിപ്റ്റ് മിക്കവാറും ഇങ്ങനെ തന്നെ ആവും വരും. അപ്പോൾ ഈ പറഞ്ഞ സ്റ്റോറി തന്നെ ആവും. സ്റ്റാൻഡ് അലോൺ മൂവി ആണെന്നുണ്ടെങ്കിൽ വരിക, അത് നല്ലൊരു സ്റ്റോറിയാണ്. അപ്പോൾ എന്തായാലും മിക്കവാറും കീലിയൻ മർഫി അത് ഏറ്റെടുക്കും തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം നല്ലൊരു ക്യാരക്ടർ ഒരു ആക്ടർ വേണ്ടാന്ന് നോക്കുമോ, അതൊരു നല്ല വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് മാർവൽ എന്നൊക്കെ പറഞ്ഞത്. കഴിഞ്ഞ കുറച്ച് സമയത്ത് നോക്കണ്ട, ബട്ട് സ്റ്റിൽ ദേ ആർ വൺ ഓഫ് ദി ബെസ്റ്റ്. ഇപ്പോൾ വളരെ നല്ലൊരു മോശം രീതിയിലാണ് ഇപ്പോൾ മാർവൽ പോകുന്നത്. ബട്ട് സ്റ്റിൽ ദർ ഈസ് എ പോസിബിലിറ്റി കീലിയൻ മർഫി ഇത് ഏറ്റെടുക്കുന്നില്ല. കാരണം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ കാര്യമുള്ളൂ. അല്ലാതെ ഇപ്പോൾ താനോസൊക്കെ മരിച്ചുപോയി, ഇനിയിപ്പോൾ പിടിച്ച് ഇങ്ങനെ ഇരിക്കാന്നുള്ളതല്ലാതെ മാർവലിന് തിരിച്ചു വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ആക്ട് ചെയ്യാൻ കഴിയണ നല്ല സ്കിൽഡ് ആയിട്ടുള്ള നല്ല ആക്ടേഴ്സ് വന്നേ മതിയാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം തന്നെ ആവും അവഞ്ചേഴ്സ് സീക്രട്ട് വാർസ് എന്ന് പറഞ്ഞ മൂവിയും. പിന്നെ ഈ കീലിയൻ മർഫിൻ്റെ എൻട്രി, പിന്നെ ഹെൻറി കാവിലും ചിലപ്പോൾ ഇതിക്ക് മാർവലിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഡി സി നീറ്റുള്ള ഒരു കോൺട്രാക്ട് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. സൂപ്പർമാൻ്റെ റോളിൽ നിന്നൊക്കെ മൂപ്പരാൾ പോയല്ലോ, അദ്ദേഹം പോയി. പിന്നിപ്പോൾ മാർവലിൽ ഒന്ന് ചെയ്യുന്നത് ക്യാപ്റ്റൻ ബ്രിട്ടനാണ്, അങ്ങനത്തെ ഒരു സാധനമാണ് റോൾ. അത് പിന്നെ നമുക്ക് വേറെ വീഡിയോയിൽ അതിനെ പറ്റി സംസാരിക്കാം. ഇപ്പോൾ സോ ഫാർ കീലിയൻ മർഫി മിക്കവാറും മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഡോക്ടർ ഡൂം എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ വഴി വരും എന്നുള്ളതിനാണ് പറയുന്നത്. ബട്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം. 2026 2027 സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കുള്ളൂ. അവഞ്ചേഴ്സ് സീക്രട്ട് വാർസിൽ കൂടിയാണ് വരുന്നത്. ഡോക്ടർ ഡൂം എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ് അലോൺ മൂവി വഴിയാണ് ഈ സിനിമാറ്റിക് യൂണിവേഴ്സിക്ക് അവർ ആക്ടറിനെ കൊണ്ടുവരുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എപ്പം സ്റ്റാൻഡ് അലോൺ മൂവി എപ്പോൾ അവർ എടുക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സീക്രട്ട് വാർസിൻ്റെ കാരണം 2 ഭാഗമുണ്ട് സീക്രട്ട് വാർസ്. ഞാൻ പറഞ്ഞ മാതിരി അപ്പോൾ സെക്കൻഡ് പാർട്ടിലാണ് ഈ ഡോക്ടർ ഡൂം ഈ അവഞ്ചേഴ്സിൻ്റെ ഈ ഒരു മൂവിയിൽ വരുന്നതെന്നുണ്ടെങ്കിൽ ഡോക്ടർ ഡൂമിൻ്റെ ഒരു സ്റ്റാൻഡ് അലോൺ മൂവി എടുക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. സോ അത് തന്നെയാണ്. ഇപ്പോൾ ഇത് എങ്ങനെ ഒരു അപ്രൂവ് ചെയ്യുന്നുള്ള അറിയില്ല. പക്ഷെ എന്തായാലും അദ്ദേഹം ഈ ഒരു മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതൽ 95% കൺഫേംഡ് ആണെന്നുള്ളത് തന്നെയാണ് എല്ലായിടത്തും വരുന്ന റിപ്പോർട്ടുകൾ. മിക്കവാറും അത് തന്നെ ആവും പോസിബിലിറ്റി. ഓക്കെ, സോ അതിനെ പറയാനുള്ളത്. കുറേ ആൾക്കാർ ഇതിനെപ്പറ്റി സംസാരിക്കണം കണ്ടപ്പോൾ ഇതിനെപ്പറ്റി വന്ന് സംസാരിക്കണം തോന്നിയുണ്ട്, അങ്ങനെ സംസാരിച്ചതാണ്. സോ ദിസ് ഇസ് സാക്കിബ് ടോക്സ് സൈനിങ് ഔട്ട്.